എന്താണ് അൽ മസാലിഹുൽ മുർസല? അറബി വാക്കാണ്, പലർക്കും അറിയുകയുണ്ടാവുകയില്ല. മസാലിഹുൽ മുർസല എന്ന് പണ്ഡിതന്മാർ പറയുന്നത് സഹോദരങ്ങൾ, അത് ദീനിന് സഹായകമാകുന്ന ചില കാര്യങ്ങളാണ്, ദീനിന്റെ പൊതു താല്പര്യങ്ങളോട് യോജിക്കുന്ന ചില കാര്യങ്ങളാണത്. ആ കാര്യം ചെയ്യാൻ ഒരു പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അതിനുള്ള സാഹചര്യം ഇല്ലാതിരിക്കുകയോ അല്ലെങ്കിൽ ആ കാര്യം ചെയ്യാനുള്ള ആവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇല്ലാതിരിക്കുകയോ ചെയ്തതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല. പക്ഷേ ആ കാര്യം ചെയ്യാനുള്ള ആവശ്യം പിന്നീട് വരുമ്പോൾ സഹാബികൾ അത് ചെയ്തു, താബിഈങ്ങൾ അത് ചെയ്തു, ശേഷക്കാരവർ ചെയ്തു. അല്ലെങ്കിൽ ആ കാര്യം ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ മാർഗങ്ങൾ, കണ്ടുപിടുത്തങ്ങൾ നാട്ടിൽ നടക്കുമ്പോൾ ആളുകൾ മുസ്ലിമീങ്ങൾക്ക് ഉപകരിക്കുന്ന കാര്യമായി ഉപയോഗിക്കുന്നു. ഇതിനാണ് അൽ മസാലിഹുൽ മുർസല എന്ന് പറയുന്നത്. ഉദാഹരണങ്ങൾ പറയുമ്പോൾ ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. നാം ഈ ഉള്ള മസ്ജിദ്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ളതുപോലെ നിലത്ത് മണലും മുകളിൽ ഈന്തപ്പന ഓലയും മറ്റുമൊന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള മസ്ജിദ് എന്ന് പറയുന്നത് സഹോദരങ്ങളെ, മഴ പെയ്താൽ അത് ചോർന്നൊലിക്കുന്ന നെറ്റിത്തടങ്ങളിൽ സുജൂദ് ചെയ്താൽ ചളി പുരളുന്ന മസ്ജിദുകളായിരുന്നു. കാരണം അന്ന് അങ്ങനെയാണ് മസ്ജിദുകളുടെ അവസ്ഥ. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ പിന്നീട് പല രൂപത്തിലുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടു, പല രൂപത്തിലുള്ള സൗകര്യങ്ങൾ ഉണ്ടായി. അതുകൊണ്ട് തന്നെ ആളുകൾ പിന്നീട് ഈന്തപ്പന ഓല കൊണ്ട് തന്നെ മസ്ജിദ് ഉണ്ടാക്കണമെന്ന് മുസ്ലിമീങ്ങൾ തീരുമാനിച്ചിട്ടില്ല. കാരണം ദീനല്ല, അങ്ങനെയല്ല ദീൻ മനസ്സിലാക്കേണ്ടത്. മറിച്ച് ഓരോ കാലത്തിന് യോജിക്കുന്ന രൂപത്തിൽ നല്ല രൂപത്തിലുള്ള മസ്ജിദുകൾ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. പിന്നീട് ആളുകൾ മൺകട്ടകൾ കൊണ്ട് മസ്ജിദ് ഉണ്ടാക്കിയിട്ടുണ്ട്, കരിങ്കല്ലുകൾ കൊണ്ട് മസ്ജിദ് ഉണ്ടാക്കിയിട്ടുണ്ട്, കോൺക്രീറ്റുകൾ കൊണ്ട് മസ്ജിദ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തെല്ലാം എളുപ്പങ്ങളുണ്ടോ, എന്തെല്ലാം കണ്ടുപിടുത്തങ്ങളുണ്ടോ അതൊക്കെ വരുന്ന സമയത്ത് അതുകൊണ്ട് മസ്ജിദ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ബിദ്അത്ത് ആരും പറയുകയില്ല. കാരണം ഒന്നാമത് ഈ പറയുന്ന കല്ലുകൾ കൊണ്ട് മസ്ജിദ് ഉണ്ടാക്കുക എന്നുള്ളതല്ല ഒരാൾ ഇബാദത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് മസ്ജിദ് ഉണ്ടാക്കുക എന്ന ഇബാദത്താണ് ആളുകൾ ഉദ്ദേശിക്കുന്നത്. അതിന് മെറ്റീരിയൽ ഇന്നത് വേണം എന്നതിൽ ആരും പ്രത്യേകിച്ച് ഇബാദത്ത് ഉദ്ദേശിക്കുന്ന കാര്യമല്ല. അപ്പം അങ്ങനെയുള്ള സഹായകമാകുന്ന കാര്യങ്ങൾ, നമ്മൾ ഈ കാണുന്ന മൈക്ക് പോലെ, ഇത് നിങ്ങൾ ഉച്ചത്തിൽ കേൾക്കുന്ന ലൗഡ് സ്പീക്കർ പോലെ, നിങ്ങൾ ഈ പ്രസംഗം കാണുന്ന നിങ്ങളുടെ മൊബൈൽ പോലെ, അതല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന മറ്റു കാണാൻ ഉപയോഗിക്കുന്ന ദൃശ്യമാധ്യമങ്ങൾക്കുള്ളതുപോലെ, ഇതൊന്നും റസൂലുള്ളാഹിന്റെ കാലത്തില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ആളുകൾക്ക് ശബ്ദം ഉച്ചത്തിൽ കേൾപ്പിക്കുക, വാങ്ക് വിളിച്ചാൽ ഒരുപാട് പരിധിയിൽ എത്തിക്കുക എന്നൊക്കെയുള്ള ആവശ്യമുള്ള കാര്യം തന്നെയായിരുന്നു. പക്ഷെ അതിനുള്ള സാഹചര്യങ്ങളൊന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടുന്ന് അത് ചെയ്തിരുന്നില്ല എന്നുള്ളതാണ്. ഉയർന്ന പ്രദേശങ്ങളിൽ കയറിയിട്ടാണ് ബാങ്ക് വിളിച്ചിരുന്നത്. എന്നാൽ ഇന്ന് നമുക്ക് മൈക്കുണ്ട്. ഇതുകൊണ്ട് ഇവിടുന്ന് നമ്മൾ വിളിച്ചാൽ തന്നെ ദൂരസ്ഥലങ്ങളിലേക്ക് എത്തും. അതാണ് ദീനിന്റെ താല്പര്യം. പത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിന് ബിദ്അത്ത് എന്നാരും പറയുകയില്ല. അതിനാണ് അൽ മസാലിഹുൽ മുർസല എന്ന് പറയുന്നത്. എന്നാൽ ഇതുപോലെയാണ് മൗലൂദ് കഴിക്കൽ, നബിദിനം കഴിക്കൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുബ്ബ് അന്നും ഉള്ള കാര്യമല്ലേ? നബിദിനം കഴിക്കാനുള്ള ആവശ്യം, അത് കഴിക്കാനുള്ള സാഹചര്യങ്ങൾ അന്നും ഉണ്ടായിട്ടുണ്ട്. അതിന് ഭൗതികമായ എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടുപിടുത്തത്തിന്റെ ആവശ്യമില്ല. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അപ്പം അങ്ങനെ ഒരു കാര്യം ചെയ്യാനുള്ള ആവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടാവുക, അത് ചെയ്യാൻ യാതൊരു തടസ്സവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലില്ല. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപേക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഉപേക്ഷിക്കേണ്ടത് തന്നെയാണ്. അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുമായിരുന്നു.